ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ രാത്രി ഗബ്രി കരഞ്ഞുകൊണ്ട് ഒരു ലൈവ് ഇടുകയാണ്. അദ്ദേഹം ആക്സിഡന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ലൈവിൽ ഗബ്രി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ്. ജാസ്മിനെ ഇപ്പോൾ 17 സെക്കൻഡായി എൻ്റെ വീഡിയോ. ഈ വീഡിയോ 3-4 മിനിറ്റ് എത്തപ്പെടുമ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് സൈഡിൽ വെച്ചു തരാം. അത് നീ കാണണം. കാരണം നല്ലവരായ ഹൈന്ദവർ നോമ്പെടുക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. ജാസ്മിൻ ജാഫർ എന്തായാലും അത് കാണണം. അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഞാൻ പേഴ്സണലി ക്രിസ്മസ് വരുമ്പോഴും ദീപാവലി വരുമ്പോഴും ഓണം വരുമ്പോഴും ഈ പെരുന്നാൾ വരുമ്പോഴും അതെല്ലാം ആഘോഷിക്കുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് 2-3 വീഡിയോ ഇടുന്ന ഒരാളാണ്. നോക്കൂ നിങ്ങൾ, ഇത് ക്രിസ്മസ് സമയത്തും ദീപാവലി സമയത്തും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടതാണ്. ആ കൂട്ടത്തിൽ റമദാൻ മാസത്തിലും എനിക്ക് വീഡിയോ ഇടേണ്ടി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ചിലർ പറയും വർഗീയത കൊണ്ടുവരുന്നു, അതൊക്കെയാണ്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫർ നോമ്പൊന്നുമെടുക്കാതെ പട്ടാപ്പകൽ ഫുഡ് കഴിക്കുന്ന 2 വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഗബ്രി കുറച്ച് കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ഞാൻ വെച്ചു തരാം. ഓക്കെ, നമ്മുടെ കണ്ണിൽ അസൂയ നോക്കുക ഗൈസ്. ഒട്ടും അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇനി ഞാനത് കഴിച്ചു തീർത്തിട്ട് വിളിക്കാം ഗൈസ്, അല്ല പറയാം ഗൈസ്. ഐറ്റം ജാസ്മിന്റെ ക്രൊസോ. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ പറ. ക്രൊസോ. ഇത് ഞാൻ കണ്ട. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം ജാസ്മിൻ റമദാൻ 17 പട്ടാപകൽ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിന് താഴെ ചിലർ കമന്റ് ഇടുന്നത്, ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് താഴെ കമന്റ് ഇട്ടത് അത് ജാസ്മിന് പകലല്ല ഏതെങ്കിലും വൈകുന്നേരം കഴിച്ചതാണോ എന്ന്. അത് നമുക്ക് കൺഫേം ചെയ്യേണ്ടേ. അതും കൂടി കൺഫേം ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഗബ്രി പറയുന്നുണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണം. ഓക്കെ, റഷ്യയിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ തുടങ്ങുന്നത് ഐശ്വര്യമായിട്ട് ഷവർമേന്നാണ്, ഒരു റഷ്യൻ ഷവർമേന്ന്. ഈ കടയുടെ പേരും ഭയങ്കര ഒരു ഫണ്ണി. ഓക്കെ, ഗബ്രി പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നാര ജാസ്മിന് നല്ലവരായ ഹൈന്ദവർ നോമ്പെടുക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണണം, ഞാൻ വെച്ചു തരാം. അതിനുശേഷം ജാസ്മിന് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. ജാസ്മിനും ഗബ്രി കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്, അത് ഞാൻ വെച്ചു തരാം. ജാസ്മിന്റെ നിലവിലെ അവസ്ഥ എന്തെന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതൊന്ന് അച്ചു നോമ്പെടുത്ത ദിവസമായിരുന്നു രാവിലെ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇവൻ നോമ്പെടുക്കും അല്ലെങ്കിൽ ഇത് സക്സസ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും അവൻ നേരത്തെ നീച്ചു വാങ്ങി കൊടുക്കുന്നതിന്റെ മുന്നേ നീച്ച് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കിടന്നു. അല്ലാതെ പറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നീക്കിട്ട് വിചാരിച്ചതേ ഇല്ല. പിന്നെ എന്തായാലും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്നും ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാ വിശന്നിട്ട് നിങ്ങളുടെ ഈത്തപ്പഴം ഇതിന്റെയൊക്കെ എങ്ങനെയാണ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയിക്കണം. അപ്പൊ ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് കാരമൽ പുഡിങ് ഒരു അലങ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ തരിക്കഞ്ഞിയാണ് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ഹെൽത്തി റൈസായിട്ട് മറ്റേ നമ്മുടെ റാഗിയും അതൊക്കെ ഇട്ടിട്ട് ഒരു കുറുക്ക് പോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. എത്ര നേരം ഇരുന്നതല്ലേ, അത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാണ്. എന്തായാലും അവൻ ഇന്നലെ നടന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്താം. അവൻ എന്റെ 2 മക്കളും ഇതൊക്കെ പൂർത്തിയാക്കിയത് ഞാൻ എന്താ പറയാ അതെ സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല അത് രണ്ടാളത് കംപ്ലീറ്റ് ചെയ്യുന്നു. കാരണം എടുത്തിട്ടുള്ള ശീല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് നന്ദു തലേ ദിവസം എടുത്ത നോമ്പിന്റെ വീഡിയോ ആണ്. അപ്പോൾ അവൾക്ക് കാര്യമായിട്ടുള്ള പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം അവൾ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ പോട്ടെ, നാളെ ദിവസം സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ബാങ്ക് വിളിക്കുന്നത് അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എടാ ബാങ്ക് വിളിക്കുമ്പോൾ പറയണേ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ കേൾക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫ്രണ്ട്സ് കറക്റ്റ് ടൈമിനൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവർ ഈ നോമ്പ് ഇറക്കണതും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ എന്തായാലും അവൻ അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കൂടിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അത് നോറ്റത്. രാവിലെ ആയാലും ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുന്നേ അവൻ ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ജാസ്മിനോടൊരു കാര്യം പറയുകയാണ്. ജാസ്മിനെ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഈ പറയുന്ന നോമ്പ് വരുമ്പോൾ നമുക്കൊരു ഉത്സവമാണ്, അതൊരു ആഘോഷമാണ്. നമ്മൾ ഓണത്തിന് പൂക്കളമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കും. ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നല്ല രീതിയിൽ ആഘോഷിക്കും. അതുപോലെയാണ് ജാസ്മിനെ ഈ നോമ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നീ നോമ്പ് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ജാസ്മിനെ. പക്ഷേ ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ്.
എന്തിനാണ് പട്ടാപ്പകൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്? അതൊക്കെ ശരിയാണോ ജാസ്മിനെ? നിനക്ക് ഇഷ്ടമാണ് എന്ത് ഫുഡ് വേണം കഴിക്കാൻ, നോമ്പിൽ നല്ല എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, എടുക്കാതിരിക്കാൻ നിൻ്റെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു മര്യാദയുണ്ടല്ലോ. ഇവിടെ കണ്ടോ, അതായത് നല്ലവരായ ഹൈന്ദവ പിഞ്ചോമന കുട്ടികളടക്കം ഈ നോമ്പിന് റെസ്പെക്റ്റ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ പോകുന്നില്ലേ, പിന്നീട് ഓണം വരുമ്പോൾ പൂക്കളം ഇടുന്നില്ലേ, ദീപാവലി വരുമ്പോൾ നമ്മൾ മറ്റേ ദീപം കത്തിക്കുന്നില്ലേ, അതൊക്കെ ഒരു ഇതാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ജാസ്മിൻ ഇവിടെ പട്ടാപ്പകൽ ഫുഡ് കഴിക്കുന്നത് ശരിയാണോ ജാസ്മിനെ? ഈ റമദാനിൽ എന്താണ് ജാസ്മിൻ്റെ അവസ്ഥ, ഗബ്രിയുടെ അവസ്ഥ? ആദ്യം തന്നെ ഗബ്രി കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം ജാസ്മിൻ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, ആ വീഡിയോ കാണാൻ പറ്റിയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലൈക്ക് ഭാഗ്യമില്ലാത്തവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ എനിക്കറിയില്ല, പബ്ലിക് ആവാൻ പാടില്ലായിരുന്നു, അതറിയാതെ ആയതാ. ദാറ്റ് ഈസ് മൈ ചില്ലറ കുട്ടി ഭ്രാന്ത്. ഗബ്രിയെ പട്ടാപകൽ ഫുഡ് കഴിച്ചിട്ട് അത് ലീക്കാവാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഗബ്രിയെ ഉള്ളത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ല ഗബ്രി ആക്സിഡൻ്റ് ആയിരുന്നു, എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഗബ്രി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. തല്ല് പിടിക്കണത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? നമ്മൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ, ഐ മീൻ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്നാപ്ചാറ്റിൽ മെസ്സേജ് അയക്കും, സ്നാപ്ചാറ്റിൽ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെവിടെ അയക്കും? ഇമെയിൽ അയക്കും. ഇമെയിൽ കാണാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ പേയിൽ അയക്കും. അങ്ങനെ ചുമ്മാ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ജാസ്മിനും ഗബ്രിയും അടിച്ച് പിരിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഗബ്രിയുടെ പിന്നിൽ നിന്ന് വിടുന്നില്ല എന്നാണ്. ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ജാസ്മിൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, വാട്സപ്പിൽ ഗബ്രി ബ്ലോക്ക് ചെയ്യുമ്പോൾ ജിമെയിൽ, അതിലും ബ്ലോക്ക് ചെയ്യുമ്പോൾ സ്നാപ്പ്. ഇങ്ങനെ ജാസ്മിൻ വിടാതെ ഗബ്രിയുടെ പിന്നിലാണെന്നാണ് ഗബ്രി പറയുന്നത്. ഓക്കെ, നാണമുണ്ടോ ജാസ്മിനെ നിനക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഗബ്രി ബാക്കിയും കൂടി പറയുന്നുണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, കുറേ നാളായിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിച്ചു. എനിക്ക് ഈ ആക്സിഡൻ്റ് ആക്ച്വലി സംഭവിക്കുന്നത് 26th January ആണ്. 26th January സംഭവിക്കുന്നത്. ഞാൻ ആക്ച്വലി ആക്സിഡൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചു. ആക്സിഡൻറ്റിനെ കുറിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബീൻ എ വെരി സംഭവ ബഹുലമായ 30 days, ഓൾമോസ്റ്റ് എ മന്ത്. യെസ്, സോ ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് എ മന്ത് ആൻഡ് ഇറ്റ് വാസ് എ വെരി എന്താ അതിനെ, ലൈക്ക് ഐ ഡോണ്ട് നോ ദ കറക്റ്റ് വേർഡ് ഫോർ ഇറ്റ്, പക്ഷേ ഇറ്റ്സ് ബീൻ എ വെരി ഹാപ്പനിങ് മന്ത്. സോ ഐ വാസ് തിങ്കിങ്, എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റി. ലൈക്ക് ഐ വാസ് റിലേറ്റിംഗ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഗോയിങ് ത്രൂ പെയിൻ ആൻഡ് ആക്സിഡൻറ്റ്സ് ആൻഡ് സ്റ്റഫ്. അപ്പോൾ അപ്പോഴൊന്നും നമുക്ക് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. ഓക്കെ, എത്രയും പെട്ടെന്ന് ഗബ്രിയുടെ ഈ ഒരു അസുഖം, അതായത് പാവം ആക്സിഡൻ്റ് ആണ്, അതിനായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കും ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുന്നവരാണ്, അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇത് ജാസ്മിനെ ചെറുതാക്കാനോ വലുതാക്കാനോ ഒന്നുമല്ല, ജസ്റ്റ് ഫണ്ണായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ജാസ്മിൻ ചെയ്ത് തെറ്റല്ലേ, നിങ്ങൾ തന്നെ പറയണം. വേണമെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെച്ചു തരാം. ബിഗ് ബോസ് താരം റന ഫാത്തിമ, അവളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ. നോക്കൂ നിങ്ങൾ, ഈ ഒറ്റ വരെണ്ണം പോലും നോമ്പെടുക്കുന്നില്ല, അവരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നാളെ, അതായത് ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഓണം ആഘോഷിക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ വിളിച്ച് പറയും. അത് എൻ്റെ ഒരു വിഷയമാണ്, എൻ്റെ ഒരു കോണ്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.